എന്തായാലും രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടം ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചു നാളത്തേക്ക് വീടിന്റെ പുറത്തേക്ക് വരില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി വിവാഹം കഴിക്കാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രധാന തീരുമാനം. MLA ആയിട്ട് വിവാഹം കഴിക്കൂ എന്നുള്ളതായിരുന്നു രാഹുലിന്റെ ഒരേ ഒരു മോഹം. എന്നാൽ ഇനി അത് വെച്ച് നീട്ടണ്ട എന്നുള്ളതാണ് രാഹുലിന്റെയും വീട്ടുകാരുടെ ഒക്കെ തീരുമാനം. കാരണം MLA കസേരയും എപ്പോ വേണമെങ്കിലും തെറിക്കാം. ഇത് ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് പോലും സതീശ വിളിച്ചിട്ട് എടാ മോനെ അതിന് തിരിച്ചു കൊടുത്തേക്കെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് ഇരിക്കാനുള്ളതാ എന്നൊക്കെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പെട്ടത് സതീശൻ തന്നെയാണ്. മോനെ ചക്കര എന്നൊക്കെ വിളിച്ച് നടന്നിട്ട് ചെക്കൻ പണി കറക്റ്റ് ആയിട്ട് സതീശൻ അങ്ങ് കൊടുത്തു. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ പറയുന്നത് ഇവൻ UDF ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളത്. എന്തൊക്കെ തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം MLA ഉടൻ വിവാഹത്തിന് തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വാർത്ത. മലയാളത്തിലെ പ്രശസ്തമായ ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകയായ യുവതി തന്നെയാണ് വധു എന്നും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അതല്ല, വേറെ കുറെ കുട്ടികളാണ് എന്നുള്ളതാണ് മറ്റു ചിലർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം നറുക്കിട്ട് ആളെ എടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അത്രയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറെ കാലത്തെ ആ പ്രണയ സാഫല്യമാണ് അങ്ങനെ സഫലമാകാൻ പോകുന്നത്. ഫഹദ് ഫാസിൽ തിരിച്ചടിച്ചിട്ടേ ചെരിപ്പിടുള്ളൂ എന്ന് മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞതുപോലെ MLA ആയിട്ട് ഇനി കല്യാണം കഴിക്കൂ എന്ന് പറയുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കല്യാണം കഴിക്കണം എന്നുള്ളത് തന്നെയാണ് അടുത്തൊരു നീക്കം. കാരണം ഇനി ആ സ്ഥാനം എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് അറിയാൻ സാധിക്കില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടം മുൻനിരയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് സതീശന്റെ പ്രധാന ആവശ്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിവാഹം ചെയ്തിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് സതീശൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഹണിമൂണൊക്കെ പൂർത്തിയാക്കി വേഗം തിരിച്ചു വാ മോനെ എന്നാണ് സതീശന്റെ ഒരേ ഒരു നിർബന്ധം. ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നുള്ളത് തന്നെയാണ് പെണ്ണു വീട്ടുകാരും ആഗ്രഹിക്കുന്നത്.